വെൽക്കം ബാക്ക്. ഇതാ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇത് സ്റ്റോൺ ഹെഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുക. ഇന്നലെ നല്ല ടയേർഡായിരുന്നു, പെട്ടെന്ന് തന്നെ ഉറങ്ങി. നല്ല ഹോട്ടലായിരുന്നു. ഇതിൻ്റെ പേരെന്താ, സ്റ്റോൺസ് ഹോട്ടൽ, സ്റ്റോൺ ഹെഞ്ചിലെ. പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു ഫുഡൊക്കെ. ഫുഡ് നല്ല മീൻസ് എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് പുറത്തുനിന്ന് കഴിക്കണേക്കാളും നല്ല റേറ്റ് ഇവിടെ പേ ചെയ്ത് കഴിക്കണമെങ്കിൽ. ഫുഡൊന്നും ഇൻക്ലൂഡഡ് ആയിരുന്നില്ല ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ സ്റ്റോൺ ഹെഞ്ചിലേക്ക് പോകും. ഇവിടെ നിന്ന് 10 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് സ്റ്റോൺ ഹെഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാർ പാർക്കിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ പോയിട്ട് ബാക്കി സ്റ്റോൺ ഹെഞ്ച് കണ്ട് കോട്ട്സ്വോൾഡ്സ് പോയി അരുണിൻ്റെ വീട്ടിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. അരുൺ ഞങ്ങളുടെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇന്നലത്തെ ഹോട്ടൽ റിവ്യൂ ഉണ്ടോ? ഇന്നലത്തെ ഹോട്ടൽ റിവ്യൂ ദൂരന്തമാണ്. പക്ഷേ ഹോട്ടൽ നൈസാ, പക്ഷെ പോരാ, കുഴപ്പമില്ല. സ്റ്റേ വാസ് ഓക്കെ, ഫുഡ് എക്സ്പെൻസീവ്. പിന്നെ ഞങ്ങളുടെ ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്തോ സ്റ്റക്കായി എന്തോ ഇരിക്കുക. പക്ഷെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. അവർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർ പറയുക ശരിക്കും പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, ജസ്റ്റ് കാർഡ് ഉണ്ടെങ്കിലേ തുറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്താ സ്റ്റാർട്ടായില്ലേ ലൊക്കേഷൻ? അപ്പോൾ അവർ റൂം മാറ്റി തന്നെയൊന്നുമില്ല. ഞങ്ങൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞങ്ങൾ സ്റ്റോൺ ഹെഞ്ചിൽ എത്തിയിട്ട് കാണാം. പച്ച ആപ്പിൾ ഇനിയില്ല, അവിടെ കുറെ ആപ്പിൾ ഉണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയിലൊക്കെ ആപ്പിളാണ്. ഈ മരം ആപ്പിളാണ്, ഇത് ആപ്പിളാണ് അല്ലേ? യെസ്, ഈ മരം ആപ്പിള് കണ്ടില്ലേ? ചുണ്ടി വണ്ടി ഓടിച്ചോ. അയ്യോ ശരിയാണല്ലോ, അങ്ങ് അറ്റം വരെ ബ്ലോക്ക്. അയ്യോ അതാണ് ആ സ്റ്റോൺ ഹെഞ്ച്. അയ്യോ ചുങ്കി, ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ആ അറ്റം വരെ പോവാ. നമുക്ക് ടിക്കറ്റ് ഇല്ലല്ലോ. എനിക്കൊന്ന് നമ്മൾ പാർക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എല്ലാ ആൾക്കാരും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. സ്ലോ ആയിട്ടുള്ളൂ. നല്ല ബ്ലോക്ക്. കൊള്ളാല്ലേ? എനിക്ക് മനസ്സിലായില്ല. അതെവിടെയാ? അല്ലല്ല, അവിടെ നല്ല അതേപോലത്തെ പോലെ ഇനി കാണാൻ പറ്റുമോ? ഓ, എനിക്ക് ചെറുതായിട്ട് കാണണം. ഓ യെസ്. അയ്യോ എവിടെ? കൊള്ളാം. ഇനി നേരിട്ട് പോയി കാണാം അല്ലേ? ഇത് ആക്ച്വലി നല്ലതാണ്. ചീസ് ടോസ്റ്റ്, ചീസി ഫ്ലേവറും, പിന്നെ ഇതിൻ്റെ ഇടയിൽ ടൊമാറ്റോ എന്തോ ഇട്ടിട്ടുണ്ട് അവർ. ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കണം. അയ്യോ
കുഴപ്പമില്ല. അവിടെ നിന്ന് തിരിഞ്ഞ് വേറെ റൂട്ട്, കാരണം അവിടെ എത്തിയാലേ കാർ പാർക്കിംഗ് ഉള്ളൂ. ഇപ്പം നമ്മൾ വേറൊരു ദിശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വാ, ഓപ്പൺ ആവുള്ളൂ. ഓൾറെഡി 9:55 ആയി. നേരത്തെ വരായിരുന്നല്ലേ, നമ്മൾ വെറുതെ ഇങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ. ഞങ്ങൾ അങ്ങനെ സ്റ്റോൺ ഹെഞ്ച് എത്തി, കാർ പാർക്ക് ചെയ്തു. യെസ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയില്ല, ഇങ്ങനെ നടക്കുക. പാർക്കിങ്ങിന് ഫീ കൊടുക്കണം. രാഹുൽ പാർക്കിംഗ് ഫീ അവിടെ എവിടെ പോയിട്ടുണ്ട്. എന്താ വിസിറ്റഡ് പാർക്ക്, എന്താ വെഹിക്കിൾസ് ആൻഡ് പ്രോപ്പർട്ടി ആർ ലെഫ്റ്റ് ഇൻ ദിസ് കാർ പാർക്ക് അറ്റ് ഓണേഴ്സ് റിസ്ക്. അപ്പോൾ പേ ഇല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. പറയാം എന്നാ പിന്നെ മിണ്ടാതിരിക്കണം. വോയിസ് ഓവർ. ഓക്കെ, എവിടെ ടിക്കറ്റ്സ്? നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടോളാം. ഞാനൊരു റീലിൽ കണ്ടിരുന്നു, ടിക്കറ്റ് ഇല്ലാതെ കാണാനുള്ളതൊക്കെ ഉള്ളൂ. തൊട്ടടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ ഇപ്പോൾ? പ്രീ ബുക്ക്ഡ് അഡ്മിഷൻസ്. പ്രീ ബുക്ക് ചെയ്യണ്ടെങ്കിലോ? ഇതെന്താ ഇവിടെ? അത് ഫോട്ടോ സെഷൻ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സ്റ്റോൺ ഹെഞ്ചിൽ കയറി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നേരെ അങ്ങ് നടന്നു പോയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നടക്കാനാണെങ്കിൽ 30 മിനിറ്റ് നടക്കണം. അതേ ആവേശം തിരിച്ച് നടക്കാൻ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ വീണ്ടും ഒരു എത്ര മിനിറ്റ് നടന്നുകൊണ്ട് നമ്മളൊരു 4 മിനിറ്റ് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് അതേ സ്പീഡിൽ വന്ന് ടിക്കറ്റ് എടുത്തു. കാരണം നല്ല വെയിൽ, അതും ഞങ്ങൾ എത്തില്ല എന്ന് മനസ്സിലായി. അതും ഫുഡൊന്നും മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഫുഡ് കഴിക്കുന്നു. ടിക്കറ്റ് എടുത്തു, ബസ് ടിക്കറ്റും ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ അവർ കൊണ്ടുപോകും, നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അടുത്ത ബസ്സിൽ കയറി നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ അതാണിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാഹുൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ എന്താ കഴിച്ചു? ഒരു ക്രോസോൺ കഴിച്ചു, പിന്നെ ഒരു സ്കോൺസ്, പിന്നെ ഞാൻ 2 ഹാഷ് ബ്രൗൺസ്. വി ആർ ഗുഡ് ടു ഗോ അല്ലേ? വെള്ളം വേണോ? വെള്ളം മതിയില്ലേ? എന്നിട്ട് ഒരു കുപ്പിയായിട്ട് പോവാം. ഇല്ല, അപ്പം എനിക്ക് പോവാം. കാണാൻ കൊതിയായി സ്റ്റോൺ ഹെഞ്ച്. ഒരാവശ്യമില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, 60 പൗണ്ടാണ് ഞങ്ങൾക്ക്. ഒരാൾക്ക് 30 പൗണ്ടിൻ്റെ, ഒരാൾക്ക് 30 പൗണ്ടാണ് ടിക്കറ്റ്. അത് ഇച്ചിരി കൂടുതൽ, ഇച്ചിരി അധികം കൂടുതലാണ്. ഞങ്ങൾക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബസ് ക്യൂയിലേക്ക് പോകട്ടെ. ബസ് എപ്പോൾ എടുക്കും? ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് ക്യൂ നിന്നു. ക്യൂ ഒന്നും ഇല്ലായിരുന്നു, ഡയറക്റ്റ് വന്ന് ഈ ബസ് കയറി. ഇപ്പോൾ ബസ്സിലിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഹെഞ്ച് കാണാൻ പോവാണ്. സ്റ്റോൺ ഹെഞ്ചിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷട്ടിൽ സർവീസ് ഫ്രീ ആണ് സ്റ്റോൺ ഹെഞ്ച് എത്താൻ. ഇറ്റ്സ് ലൈക്ക് 2 കിലോമീറ്റേഴ്സ് ഫ്രം ദ ടിക്കറ്റ് സെൻറ്റർ. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഹെഞ്ചിലേക്ക് പോകുന്നു, സ്റ്റോൺ ഹെഞ്ച് കാണുന്നു, തിരിച്ചും ഷട്ടിൽ സർവീസ് ഫ്രീ ആണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതൊരു നല്ല റൈഡാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ. ഒരു കൺട്രി സൈഡിനുള്ളിൽ കൂടെയൊക്കെയാണ് പോവുക. ബസ്സിൽ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റിലെത്തും. മിനിറ്റുണ്ടോ ബസ്? അപ്പം നല്ല ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ നമ്മൾ
എനിക്കൊന്നും കാണുന്നില്ല ഫോണിൽ എന്താ നടക്കുന്നതെന്ന്. നല്ല വെയില. ഞങ്ങൾ എങ്ങനെ സ്റ്റോൺ ഹെഞ്ച് എത്തി? ഈ നടത്തം ഞങ്ങൾ അവിടെ നിന്ന് നടന്നിരുന്നെങ്കിൽ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ വഴിയിൽ വീണേനെ. ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോൺ ഹെഞ്ച് കാണണ്ടേ ഗേൾസ്? കാത്തിരുന്ന് അതെ, അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്റ്റോൺ ഹെഞ്ച് എത്തിയിരിക്കുന്നു. അയ്യോ, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുക. സമയം കളയണ്ട, ഇനി പെട്ടെന്ന് തന്നെ ഫോട്ടോ സെഷൻ തുടങ്ങട്ടെ അല്ലേ ജുലി? യാ. നമ്മൾ സ്റ്റോൺ ഹെഞ്ച് കവറിങ് സ്റ്റോൺ ഹെഞ്ച് കണ്ടില്ലേ? ഇതിന് ചുറ്റും നമുക്ക് നടക്കാനുള്ളൊരു റെയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളത് അങ്ങനെ കറങ്ങി എല്ലാ ആംഗിളിലും നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഏത് ആംഗിളിലും ഭംഗിയുണ്ട് സംഗതി. അതുകൊണ്ട് എവറി ആംഗിൾ ഇസ് ബ്യൂട്ടിഫുൾ. ഒരു പറയുമ്പോൾ കുറച്ച് കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു രസമുണ്ട് കാണാൻ. Okay. There was another one up there where you do this and you act like you're holding. Okay, start. ഞങ്ങൾ എക്സിബിഷൻ കാണാൻ കയറി സ്റ്റോൺ ഹെഞ്ചിൻ്റെ അകത്തുള്ള. അത് ബസ് ഇറങ്ങി വന്നിട്ട് ആ ടിക്കറ്റ് എടുത്ത അകത്ത് അത് എൻട്രൻസിലായിരുന്നു എക്സിബിഷൻ. പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ചെറിയൊരു ഏരിയ. ഞങ്ങൾ കാസിൽ കോംബ് എത്തിയിരിക്കുകയാണ്. അതൊരു ക്യൂട്ട് വില്ലേജ്, ബ്യൂട്ടിഫുൾ വില്ലേജ്. വഴിയെ കാണാം. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ വലിയ ഒരു ഭംഗി തോന്നുന്നില്ലെങ്കിലും നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകതരം വീടുകൾ. ആ വീട് അതിൻ്റെ അകത്ത് നല്ല രസമുണ്ട്. ഇങ്ങോട്ടൊക്കെ പോവാൻ നമുക്ക് പോവാൻ പാടില്ല. കണ്ട ഇങ്ങനത്തെ വീട് ഇവിടെയൊക്കെ. ഓട്ടം കംപ്ലീറ്റ്ലി ഓട്ടം ആകുമ്പോൾ നല്ല രസമായിരിക്കും, അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ രണ്ടിൻ്റെയൊക്കെ ഇടയിലായിപ്പോയി. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു സദ്യ കിട്ടി വരണ വഴിക്ക്. സ്ഥലത്തിൻ്റെ പേര് ദോശ പാർക്ക്. ദോശ പാർക്ക്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എനിക്ക് സദ്യ കഴിക്കാം. രാഹുലും ബിരിയാണി. അതെ, വിശക്കുന്നു. സാമ്പാറുണ്ട്, രസമുണ്ട്, മോരുണ്ട്, ഇഞ്ചി, ബീറ്റ്റൂട്ട്, കൂട്ടുകറി, അവിയൽ, തോരൻ, 2 പായസം. യമ്മി. കണ്ടിട്ട് കൊതി വരും. എന്നാ തുടങ്ങാല്ലേ? തുടങ്ങാല്ലേ? എണീച്ചു വന്നിട്ട് എന്താ പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്ക് എണീറ്റ് നിൽക്കാനൊന്നും വയ്യ. പറഞ്ഞോ നമ്മുടെ ടൂറ് പറ. ഓക്കെ, ഞങ്ങൾ
ബർട്ടൺ ഓൺ ദ വാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഒരു നോർമൽ ഒരു ചെറിയൊരു വില്ലേജാണ് കണ്ടോത്ത്. ഞാൻ നേരത്തെ കാണിച്ചു വീഡിയോയിൽ. ആണല്ലേ? ഇങ്ങനെ ഒരു പിക്നിക് സ്പോട്ട്, പിക്നിക് ഏരിയ. ഒരു വെള്ളം. വൈകിട്ടൊക്കെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കാം, റിലാക്സ് ചെയ്യാം, കോഫി കുടിച്ചിരിക്കാം, ഐസ്ക്രീം കഴിച്ചിരിക്കാം എന്നൊക്കെ പറ്റിയൊരു ചെറിയൊരു ക്യൂട്ട് വില്ലേജ്. ബർട്ടൺ ഓൺ ദ വാട്ടർ എന്നാണ് പേര്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്, കാമാണ്. നമ്മൾ രാവിലെ ഫസ്റ്റ് പോയത് കാസിൽ കോംബെയിലായിരുന്നു, കോട്ട്സ്വോൾഡ്സിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈബറി പോയി. ബൈബറിലല്ലേ നമ്മൾ ഫുഡ് കഴിച്ചത്? ദോശ പാർക്ക് എന്നാണ് ഫുഡ് കഴിച്ചത്. അവിടെ സദ്യ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സദ്യ, അൺഎക്സ്പെക്റ്റഡ് സദ്യ കിട്ടി നമുക്ക് ഇന്ന് ഓണമായിട്ട്. രാഹുൽ ബിരിയാണി ആ സ്റ്റേഷനിൽ കണ്ടല്ലോ, അത് കഴിച്ചു. എന്നിട്ട് അവർ നമുക്കൊരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി തന്നു. മീൻസ് കയറി വന്ന ഉടനെ അവർ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു, അത് ഞാൻ കാണിക്കാം. ആ ഫോട്ടോ എടുത്തിട്ട് അവരത് അപ്പം തന്നെ, ഞാൻ വിചാരിച്ചില്ല, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രെയിം ആക്കിയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതൊരു കോംപ്ലിമെൻ്ററി. രാഹുൽ അപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയത് ഇനി ഇതിന് എത്ര കാശ് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ. അത് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞു. സദ്യ ഓർഡർ ചെയ്യുന്നവർക്ക് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. നമുക്കൊരു സോവനീർ വാങ്ങണ്ടേ? വേണ്ട. കയറാത്ത ഷോപ്പിൽ 2 ഷോപ്പിൽ ഞങ്ങൾ കയറി നോക്കി, ബട്ട് അവിടുത്തെ ഇഷ്ടമായില്ല ഞങ്ങൾക്ക്, നോർമൽ. അപ്പോൾ പിന്നെ നമ്മുടെ ടൂർ വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് ഇനി ഒരു 200 മൈൽ വണ്ടി ഓടിക്കാനുണ്ട്. നമ്മൾ തിരിച്ചു പോവുക കർബിയിലേക്ക്, നമ്മുടെ വീട്ടിൽ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാഹുലിൻ്റെ ഫ്രണ്ട് അരുൺ, അപ്പോൾ അവിടെ ഡിന്നർ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മളവിടെ പോയി. അത് ലെമിങ്ടൺ സ്പാ, വോറിക്ക്ഷയറിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്. അവിടെ ഒന്നല്ലേ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ തന്നെ വീട്ടിലേക്ക് എത്തും. മേ ബി ഒരു രാത്രി ലേറ്റ് നൈറ്റ് ആവും നമ്മളെത്താൻ. അപ്പം അതിന് ശേഷം നമുക്ക് നാളെ ഇനി ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഈ വീക്കെൻഡ് മൊത്തം ഫുള്ളി പാക്ഡായി. അറിയില്ല ഇനി റെസ്റ്റ് എന്നായിരിക്കും. എന്താ ആലോചിക്കണേ? അപ്പം നാളെ ഓണം, ഞങ്ങളുടെ ഇവിടുത്തെ ഓണം, നാട്ടിലെ ഓണം കഴിയുമ്പോൾ ഇവിടുത്തെ ഓണം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ ഞങ്ങൾ ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഓണം പരിപാടി കൂടും. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഇനിയിപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാം. ഫോട്ടോ കാണിച്ചു കൊടുക്കണ്ടേ? ഏത് ഫോട്ടോ? ഞാൻ ഫോട്ടോ ഇതാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോ വരും. അപ്പോൾ ആ ഫോട്ടോ ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.